ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു ട്രാവലിംഗ് വ്ളോഗുമായിട്ടാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഗോവയിലേക്കുള്ള അതിമനോഹരമായ ഒരു ട്രെയിൻ യാത്രയാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഞാൻ യാത്ര ആരംഭിച്ചത് രാജധാനി എക്സ്പ്രസ്സിലാണ്. രാജധാനി എക്സ്പ്രസ് എല്ലാ സ്റ്റേഷനുകളിലും ഓൺ ടൈമിങ്ങിൽ തന്നെയാണ് അറൈവലും ഡിപ്പാർച്ചറും. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് അവരുടെ ക്ലീനിങ്ങും നീറ്റ്നെസ്സുമാണ്. ആ ഒരു ക്ലീനിങ്ങിനും നീറ്റ്നെസ്സിനും സ്പെഷ്യൽ താങ്ക്സ് ഫോർ ഇന്ത്യൻ റെയിൽവേ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്. തിരുവനന്തപുരത്ത് നിന്ന് ഗോവയിലേക്ക് ഏകദേശം 954 കിലോമീറ്ററാണ് ഉള്ളത്. ഗോവയെപ്പറ്റി ഒരു ആമുഖം പറഞ്ഞുകൊള്ളട്ടെ. ഗോവ വിസ്തീർണത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനവും ജനസംഖ്യയുടെ കാര്യത്തിൽ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ 4ാമത്തെ സംസ്ഥാനവുമാണ്. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരപ്രദേശത്തെ കൊങ്കൺ മേഖലയിലാണ് ഈ സംസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. മഹാരാഷ്ട്ര, കർണാടക എന്നിവയാണ് അയൽ സംസ്ഥാനങ്ങൾ. ബീച്ച് ടൂറിസത്തിൽ ലോകത്തിൽ തന്നെ മികച്ച കേന്ദ്രങ്ങളിലൊന്നാണ് ഗോവ. വിനോദസഞ്ചാര മേഖലയിൽ നിന്നും ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ വിദേശ നാണയം നേടിത്തരുന്നത് ഈ കൊച്ചു സംസ്ഥാനമാണ്. പനാജിയാണ് ഗോവയുടെ തലസ്ഥാനം. ഒരു ഗോവൻ നഗരമായ മഡ്ഗാവ് ഇന്നും പോർച്ചുഗീസ് അടയാളങ്ങളുള്ള ഒരു നഗരമായി അവശേഷിക്കുന്നു. പ്രശസ്തമായ ഗോവൻ കടൽത്തീരങ്ങളും ചരിത്രമുറങ്ങുന്ന ഗോവൻ നഗരങ്ങളും ആയിരക്കണക്കിന് സ്വദേശി വിദേശി ടൂറിസ്റ്റുകളെ എല്ലാ വർഷവും ഗോവയിലേക്ക് ആകർഷിക്കുന്നുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വികസിച്ച സംസ്ഥാനങ്ങളിലൊന്നാണ് ഗോവ. കിഴക്കിൻ്റെ റോം എന്ന് ഗോവയ്ക്ക് വിശേഷണമുണ്ട്. ഗോവയിലെ അതിമനോഹരമായ കാഴ്ചകൾ ഇവിടം കൊണ്ട് തീരുന്നില്ല. ഗോവ നഗരങ്ങളുടെ ഭംഗിയും അതുപോലെ ഗോവയിലെ നൈറ്റ് ലൈഫും നമുക്ക് ആസ്വദിക്കാം അടുത്ത വീഡിയോസിൽ. ഓക്കെ, കാണാം. സൈനിങ്.